അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്തേ ഞാൻ അടങ്ങും. എന്ത് ചെയ്യാനെന്ന് പറ. കെട്ടുകമ്പി അന്വേഷിച്ച് നടന്ന് ഇച്ചിരി വലിയ കമ്പിയായാലും എന്തോ സ്റ്റേ കമ്പി കണക്കത്തെ ഇച്ചിരി വലിയ എന്തോ ഒരു കമ്പിയാട്ടോ. എനിക്ക് ഇവിടെ കിടന്ന് ലാസ്റ്റ് ഈ കമ്പിയാണ് കിട്ടിയത്. എന്തായാലും തപ്പായിരുന്നു. അപ്പം ഞാൻ വെച്ച് നീ ഒരു വലിയ പൂ ഉണ്ടാക്കാതെ ഞാൻ അടങ്ങില്ല. പൂ ഉണ്ടാക്കിയിരിക്കും. ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടേ കാര്യങ്ങൾ ഉണ്ടാക്കും. ഇതാണ് എൻ്റെ ആഗ്രഹം, ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് ബോറടിച്ചെങ്കിൽ നമുക്ക് പൂ ഉണ്ടാക്കുക അങ്ങ് തുടങ്ങിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു 2-3 പ്ലാസ്റ്റിക് കവർ വേണം കേട്ടോ. അതിന് പല പല കളറാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ വലിയൊരു ജെണ്ടുമല്ലി അല്ലെങ്കിൽ ഡാലികപ്പൂ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ എൻ്റെ ഒരു മൈൻഡിലുള്ളത്. ഞാനാണെങ്കിൽ ഈ കവർ അമ്മ കാണാതെ അടിച്ചു മാറ്റിയതാണ് കേട്ടോ. അമ്മ ആണെങ്കിൽ ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കാനായിട്ട് പ്ലാസ്റ്റിക് കവർ എടുത്ത് വെച്ചിരുന്നതിനകത്തുനിന്ന് 2-3 നല്ല കവർ നോക്കി ഞാൻ എടുത്ത കേട്ടോ. അപ്പോൾ അതിനെ നന്നായി നൂത്ത് മീൻസ് നല്ല ഇതായിട്ട് വെച്ചിട്ട് 2 സൈഡും ആദ്യം ആ ഒരു ഇത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. 2 സൈഡും മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി ഇതിന് അത് 4 പീസാക്കണം. അപ്പോൾ അതിന് പറ്റത്തുള്ളേ. അതുപോലെ തന്നെ ഇതൊക്കെ വെട്ടാനായിട്ട് ഒരു വലിയ കത്രിക എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ കുഞ്ഞു മണക്ക് കത്രിക കിട്ടിട്ട് പക്ഷേ കൈ ഒക്കെ നമുക്ക് നല്ല രീതിക്ക് വേദന എടുക്കും. എന്തായാലും ഞാൻ പച്ച ചെയ്തുകൊണ്ടിരുന്നിട്ട് ഹോട്ടലിൽ വെള്ള കവറിലോട്ട് വന്നതെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട. കാരണം പച്ചയും വെള്ളയൊക്കെ ഞാൻ കവർ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല അടുക്കടുക്കായിട്ട് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ഞാൻ പല പല കളറുകളൊക്കെ എടുത്തേക്കുന്നത്. അത്യാവശ്യം ഇച്ചിരി നല്ല ക്വാണ്ടിറ്റിയിൽ അത് കവറുകൾ വേണം. എന്നാൽ മാത്രമേ അത് പൂവിന് ഈ അടുക്കടുക്ക് കണക്ക് ഇതളുകൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിനായിട്ടാണ്. അപ്പോൾ എന്തായാലും 4 ഇതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീഡിയോ കാണുന്ന കണക്ക് നേരെ മടക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര അത് സൈസ് വേണം അല്ലെങ്കിൽ പൂവിന് എത്രത്തോളം നീളം വേണം, അതുപോലെ തന്നെ പൂവിന് ഏത് ഷേപ്പ് വേണം, ലവ് ഷേപ്പോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പോ ഏത് ഷേപ്പ് അത് നമ്മളെ ഇഷ്ടമാണ്. ഏത് ഷേപ്പ് വേണമെന്നുള്ളതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. എന്നിട്ട് ആ നടുക്ക് അതായത് 2 സൈഡിൽ നിന്നും ഒരേ ലെങ്തിൽ ഒരേ കറക്റ്റ് നീളത്തിന് വരുന്ന ആ നടുക്ക് ഭാഗത്ത് വെച്ചിട്ട് നല്ല രീതിക്ക് കെട്ടുകമ്പി വെച്ചിട്ട് നല്ല രീതിക്ക് ചുറ്റി കൊടുക്കണം കേട്ടോ. നല്ല രീതിക്ക് ഒരു 2 ചുറ്റൊക്കെ ചുറ്റുമ്പോഴത്തേക്ക് നല്ലോണം ടൈറ്റ് ആവും. നമുക്ക് പൂവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല ഇറുക്കി നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഞാൻ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു തന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പൂ ഉണ്ടാക്കാൻ ഒരു എക്സ്പേർട്ടായിരിക്കും എന്ന്. അല്ല, എനിക്കറിയത്തില്ല. ഇത് എൻ്റെ ഒരു ക്രിയേറ്റീവ്. ഇതിന് മുന്നേ ഒരു വട്ടം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഭയങ്കര ഇതിലിരുന്ന് ചെയ്യുന്ന കേട്ടോ. അതുമാത്രമല്ല എനിക്കിവിടെ അടാറ് ഫ്ലോപ്പാണ് കേട്ടോ. അതായത് ഇത് വെച്ചിട്ട് ഈ കെട്ടുകമ്പി ശരിയായില്ല, കനം കൂടിപ്പോയിട്ടാ. ലാസ്റ്റ് എങ്ങനെ തട്ടിക്കൂട്ടി ഞാൻ ഒരു പൂ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഫ്ലവർ വേസിലൊന്നും നമുക്ക് വെക്കത്തില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും കേട്ടോ. ഇതാണ് കേട്ടോ അവസാന ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടെ.